നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. പിതൃമോക്ഷം തേടിയെത്തിയ ആയിരങ്ങൾ നിളാനദിക്കരയിൽ ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടെ ബലിതർപ്പണം നടത്തി. പുലർച്ചെ 2:30 മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ളതിനാലാണ് ഇവിടെ ബലിതർപ്പണത്തിന് പ്രാധാന്യമേറുന്നത്. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി എന്നീ പുണ്യനദികളുടെ സാന്നിധ്യം നിളയിൽ ഈ സമയം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. 17 കർമ്മികളാണ് ബലിതർപ്പണത്തിന് നേതൃത്വം നൽകിയത്. വെള്ളം തളിച്ച് പടന്ന് മെഴുകുക, വെള്ളം കൊണ്ട് പടന്നിട്ട് മെഴുകി നടുക്ക് ചന്ദനം 3 പേരിലോണ്ട് തൊട്ടിട്ടുള്ള നടുക്ക് വെച്ച ആൾക്കാർക്ക് മടി ശുദ്ധോദകം. മഴയെ തുടർന്ന് നിറഞ്ഞൊഴുകിയ ഭാരതപ്പുഴ വെള്ളം കുറഞ്ഞ് ശാന്തമായതോടെ പടവുകളിൽ 11 പടികൾ വരെ ഉപയോഗിക്കാൻ സാധിച്ചു. പോലീസും അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും പോലീസ് വളണ്ടിയർമാരും ആരോഗ്യവകുപ്പുമെല്ലാം വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരുന്നത്. കർക്കിടകവാവ് ദിവസമായ ഇന്ന് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രക്കടവിൽ പിതൃതർപ്പണത്തിനായി നാടിന്റെ നാനാഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് ഭക്തർ എത്തുകയുണ്ടായി. ഇന്ന് രാവിലെ പുലർച്ചെ 2:30 മണിക്കാണ് ബലിതർപ്പണം തുടങ്ങിയത്. ക്ഷേത്രത്തിലെ 16 കർമ്മികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണം നടന്നത്. ഇപ്പോഴും ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 12-12:30 കൂടി വരെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പിതൃതർപ്പണം കഴിഞ്ഞ ഭക്തര് ക്ഷേത്രത്തിനകത്ത് പോയി പിതൃമോക്ഷത്തിനായി, ശാപമോക്ഷത്തിനായി തിലഹോമം, സായുജ്യപൂജ, താമരമാല തുടങ്ങിയ വഴിപാടുകൾ കഴിച്ച് നവാമുകുന്ദനെ നമസ്കരിച്ചാണ് ഇറങ്ങുന്നത്. ഇറങ്ങിപ്പോകുന്ന ഭക്തർക്ക് നിള ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രഭാത ഭക്ഷണം കോയമ്പത്തൂരിലെ മലയാളി ഭക്തരുടെ വക കൊടുക്കുന്നുണ്ട്. ഈ വരുന്ന ഭക്തരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രം വിപുലമായ സന്നാഹങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ബലിതർപ്പണവും ക്ഷേത്രദർശനവും കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് കോയമ്പത്തൂർ ഭക്തജന സമിതി പ്രഭാത ഭക്ഷണവും നൽകി. കഴിഞ്ഞ തവണത്തെ അത്ര തിരക്ക് ഇത്തവണയില്ലായിരുന്നു. 2 ദിവസങ്ങളിലായി വരുന്ന ബലിതർപ്പണവും കാലവർഷവുമാണ് തിരക്ക് കുറയാൻ കാരണം. വെട്ടം ന്യൂസ്, തിരുനാവായ.